Hi friends, Andro Creations like എല്ലാവർക്കും സ്വാഗതം. ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരികയാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫോൺ മേടിച്ച് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആ ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ആ ഫോൺ വാങ്ങിച്ചപ്പോഴുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി മറ്റും നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ആ ഫോണിൽ കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ ഫോണിൽ ഒരുപാട് സൗണ്ട് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്യാച്ച് ഫയലുകളും മറ്റും അടിഞ്ഞു കൂടുന്നതുകൊണ്ടാണ് ഇത്തരം പ്രോബ്ലംസുകൾ നമുക്കുണ്ടാകുന്നത്. അത്തരം പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ അത് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്ക് അത് മാനുവലായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ റീസെറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെ ഒരു ഫോണൊന്ന് റീസെറ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ സൗണ്ട് സിസ്റ്റം ഒന്ന് റീഫ്രഷ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ആപ്ലിക്കേഷനാണ് പറയുന്നത്. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അതിൽ നിങ്ങൾക്ക് മീഡിയ സിസ്റ്റം നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ ഫോണിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ പല അളവിലായിരിക്കും നിങ്ങൾ കാണുന്നത്. അത് നിങ്ങളുടെ ഫോണിൽ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയൽ സിസ്റ്റത്തിൻ്റെ അനുസരിച്ചുള്ള ഒരു ലെവലായിരിക്കും ഇത് കാണുന്നത്. നിങ്ങൾ എല്ലാ ലെവലുകളും ഫുള്ളാക്കുക. കാരണം റീഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെവലുകളെല്ലാം ഫുള്ളാക്കിയാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള റീഫ്രഷിങ് നമുക്ക് സൗണ്ട് സിസ്റ്റത്തിൽ ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാം ഫുള്ളാക്കിയതിന് ശേഷം നിങ്ങൾ ഇവിടെ ബൂസ്റ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സൗണ്ട് സിസ്റ്റം ബൂസ്റ്റ് ആവുകയും അതുപോലെ തന്നെ റീഫ്രഷ് ആവുകയും ചെയ്യും. നിങ്ങളുടെ സൗണ്ട് സിസ്റ്റം കംപ്ലീറ്റ് റീഫ്രഷ് ആവുകയും ചെയ്യും. അതിനുശേഷം നോട്ട് നൗ എന്ന് കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതിയാവും. അതിനുശേഷം നിങ്ങളുടെ സൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ സൗണ്ട് സിസ്റ്റത്തിലുണ്ടാകുന്ന വ്യത്യാസം. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൻ്റെ സൗണ്ട് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ ഫോണിൻ്റെ സൗണ്ടിൻ്റെ ക്ലാരിറ്റി നമ്മുടെ പുതിയ ഫോൺ വാങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെ ആക്കുക എന്നുള്ളതാണ്. അതായത് സൗണ്ട് ക്ലാരിറ്റി റീഫ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫോണിൻ്റെ സൗണ്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നിങ്ങളുടെ ഫോണിൻ്റെ സൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്